എന്റെ മോള് സേഫ് ആയിരിക്കണം. അവള് കളരിക്കല് തിരിച്ചെത്തണം. കൃഷ്ണനെ വിശ്വസിക്കുന്നത് പോലെ മാഡത്തിന് എന്നെയും വിശ്വസിക്കാം. ആർക്കും ഒരു പ്രശ്നമില്ലാതെ ഈ കാര്യം പരിഹരിക്കപ്പെട്ടിരിക്കും. മാഡം ധൈര്യമായിട്ടിരിക്കേ. ഓക്കെ. സിനി, നമുക്ക് മടങ്ങാം. മാം, ശ്രീനിവാസിനെ എതിർക്കാനും തോൽപ്പിക്കാനും ഒന്നും എനിക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷെ ശ്രീനിവാസ് തന്റെ അച്ഛനാണെന്ന് ഗാഥ ഒരിക്കലും മനസ്സിലാക്കരുത്. അതാ ഇപ്പോ ഉള്ള പ്രതിസന്ധി. അത് മറികടക്കാൻ നമ്മൾ ഇപ്പൊ ഇവിടുന്ന് പോയേ പറ്റൂ. മോള് പോയി കിടന്നു. അമ്മേ, കഴിഞ്ഞു പോയ കാര്യങ്ങളൊന്നും ഓർക്കണ്ട കുട്ടി. ഇത്രയും ഭംഗിയായിട്ട് നാഗപൂജയൊക്കെ കഴിഞ്ഞതല്ലേ. ഇനി അവരുടെ അനുഗ്രഹം മുഴുവനും മോൾക്കുണ്ടാവും. നവീൻ, എന്താ അമ്മേ? ഗാഥമോള് നിൽക്കുന്നത് കണ്ടില്ലേ? കൂട്ടിക്കോ. അമ്മ പോട്ടെ മോളെ. വാടോ. എന്തിനാടോ പേടിക്കുന്നേ? വാ. ഇടി. എന്താ എന്താന്നോ അവിടെ നവീനും കൃഷ്ണയും കൂടി ഫസ്റ്റ് നൈറ്റ് ആഘോഷിച്ചോണ്ടിരിക്ക. അതിന് ഞാൻ സമ്മതിക്കില്ല. എനിക്ക് ഇപ്പൊ തന്നെ ഇവിടുന്ന് പോണം. അവളെ ഞാൻ കൊല്ലും. എന്റെ നവീന്റെ ബെഡ്റൂമിൽ കയറിയ അവളെ ഞാൻ കൊല്ലും. വേഗം ചെല്ല്. കൊല്ലാൻ ചെല്ലുമ്പോ കൃഷ്ണ നിന്ന് തരാൻ പോവല്ലേ? ഓ, വെറുതെ സ്വപ്നം കണ്ടിട്ട് ഓരോന്ന് വിളിച്ചു പറയാതെ അവിടെ കിടക്കുന്നുണ്ടോ? എനിക്കറിയാടി, നീയും നിന്റെ കൂട്ടുകാരും കൂടെ കഴുതിക്കുട്ടി ഇതെല്ലാം ചെയ്യുന്നതെന്ന്. നവീനോടൊപ്പം അവക്ക് ആദ്യരാത്രി ആഘോഷിക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും കൂടെ കൂടിച്ചേർന്ന് കരുതിക്കുട്ടി ഉണ്ടാക്കിയ സിറ്റുവേഷൻ ആണിത്. സിറ്റുവേഷൻ ആണെങ്കിലേ അങ്ങനെ തന്നെ കരുതിക്കോ. വെറുതെ അല്ലല്ലോ. നവീൻ കൃഷ്ണയെ താലി കെട്ടിയതല്ലേ. ആദ്യരാത്രി നടക്കേണ്ടതേ അവര് തമ്മിൽ തന്നെയാ. എന്തിനു പറഞ്ഞേ? എന്താ തല്ലാത്തത്? തല്ലടി, തല്ലാൻ.